ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഗോതമ്പുണ്ടയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 1.5 കപ്പ് ആട്ടപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം 250 ml കപ്പിൽ ഒരു കപ്പ് ആട്ടപ്പൊടി ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പും കൂടി ആട്ടപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് തേങ്ങ ഇതിലേക്ക് ആവശ്യമുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ കൂടി ഇട്ട് കൊടുക്കുകയാണ്. 1/2 കപ്പ് 250 ml കപ്പിൽ തന്നെ 1/2 കപ്പ് തേങ്ങ കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ് വേണ്ടത്. ഒരു 4 ടേബിൾ സ്പൂണ് പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എനിക്കധികം മധുരം ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എല്ലാതും കൂടി മിക്സാക്കി കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് കുഴച്ചിട്ടെടുക്കണം. ഇവിടെ ഏകദേശം ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതും നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. നല്ല തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. നല്ലോണം തിളപ്പിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എല്ലാവരും നന്നായിട്ട് മിക്സ് ആവുന്ന തരത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാതും കൂടി ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട്, കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ചെറിയ ബോൾസാക്കിയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഞാൻ ബോളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണയിലിട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം, കുഴപ്പമില്ല. നന്നായിട്ട് എല്ലാ സൈഡും മൂത്ത് വരുന്ന പോലെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നല്ലോണം ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ എല്ലാതും നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും വീഡിയോ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. പിന്നെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.